പറയാം, നമ്മൾ പ്രവേശിക്കുന്നത് ശഅബാൻ എന്ന പവിത്രമായ പരിശുദ്ധമായ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലിമ അറാക തസൂമു ശഹറൻ മിൻ ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ, ശഅബാനിന്റെ അത്ര താങ്കൾ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പറഞ്ഞ ദാലിക ശഹ്റുൻ, അത് ഏത് മാസമാണ്? യഗ്ഫുലു നാസു അൻഹു ബൈന റജബ് വ ശഅബ റമദാൻ, റമദാനിന്റെയും വിശുദ്ധമായ റമദാനിന്റെ തുടക്കം, ആ റമദാനിന്റെയും അതുപോലെ റജബിന്റെയും ഇടക്ക് ജനങ്ങൾ അമലുകൾ ചെയ്യാൻ, സ്വതക്ക ചെയ്യാൻ, നോമ്പെടുക്കാൻ, ഖുർആൻ പഠിക്കാൻ, പഠിപ്പിക്കാൻ, പാരായണം ചെയ്യാൻ, നല്ല കാര്യങ്ങൾക്ക് ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന, റമദാനല്ലേ വരുന്നത്, റമദാനിൽ ചെയ്യാം, റമദാനിൽ സ്വതക്ക ചെയ്യാം, റമദാനിൽ നോമ്പെടുക്കാം, റമദാനിൽ ഖുർആൻ ഓതാം, റമദാനിലേക്ക് അമലുകൾ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് അശ്രദ്ധയിലായി പോകുന്ന മാസമാണത്. അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണത്. അതുകൊണ്ട് നോമ്പുകാരനായിക്കൊണ്ട് അല്ലാഹുവിലേക്ക് എന്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുക കൂടി ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തെ സംബന്ധിച്ചാണ്. അതിനെ അമലുകൾ കൊണ്ട് ആദരിക്കുവാൻ, നോമ്പ് കൊണ്ട് ആദരിക്കുവാൻ, സ്വതക്ക കൊണ്ട് ആദരിക്കുവാൻ, കൂടുതൽ ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് ആദരിക്കുവാൻ